ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു ഓം ശാന്തി ശാന്തി ശാന്തി. അഥനു മീമാംസ്യമേവതേ, ഇനിയും നിനക്ക് വിചാരം ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. വിചാരമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇപ്പോൾ ചോദ്യം, മറ്റുപാസനകൾ, കർമ്മങ്ങൾ, പൂജാദികൾ, ഹോമാദികളൊക്കെ നിരർത്ഥകങ്ങളാണോ? ഒരിക്കലുമല്ല. അവ ചിത്തശുദ്ധിയെ, ഏകാഗ്രതയെ, വിചാര സാമർഥ്യത്തെ മനുഷ്യനിൽ ഉണ്ടാക്കുന്നവയാണ്. ഋഷീശ്വരന്മാർ പറഞ്ഞ ഒന്നും നിരർത്ഥകമല്ല. ഒന്നും. എല്ലാ ഉപദേശങ്ങൾക്കും അവയുടെ സ്ഥാനമുണ്ട്. ആർഷോപദേശങ്ങളിൽ തെറ്റ് എന്നൊന്നില്ല എന്ന് മനസ്സിലാക്കണം. വ്യത്യസ്ത തലങ്ങളാണ്. അതാണ് അതിൻ്റെ സൗന്ദര്യം. അപ്പം ചോദ്യം, അദ്യാപി തേ തവ ബ്രഹ്മ വിചാര്യമേവ, ഇപ്പോഴും ഇന്നും നിനക്ക് ബ്രഹ്മം വിചാര്യം തന്നെയാണ്, വിചാരണീയം തന്നെയാണ്. ഇനിയും നീ ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യണം എന്ന്. അപ്പോൾ എത്ര കാലം വിചാരം ചെയ്യണം? ചോദ്യം. 6 മാസം, 1 കൊല്ലം, ഷൺമാസം സാംവത്സരികം വാ എന്നൊക്കെ ഭാഷ്യകാരൻ തന്നെ വേറെ പറയും. അവിടെ 6 മാസം 1 കൊല്ലം എന്നൊന്നും കണക്കില്ല. അര നിമിഷമാണോ ഒന്നും കണക്കില്ല. പിന്നെന്താ കണക്ക്? യാവത് വിദിത അവിദിത പ്രതിഷേധാഗമാർത്ഥ അനുഭവ. യാവത് എത്ര വരെ വിദിത അവിദിത പ്രതിഷേധാഗമാർത്ഥാനുഭവം ഉണ്ടാവുന്നോ അതുവരെ. വിദിതത്തിൽ നിന്നും അവിദിതത്തിൽ നിന്നും അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ് സത്യമെന്ന ആഗമാർത്ഥം, വേദാർത്ഥം, ഉപനിഷദർത്ഥം അനുഭവത്തിൽ വരുന്നത് വരെ അത്രയും വിചാരം ചെയ്യണം. അത് കാലമൊന്നുമില്ല. അപ്പം ഞാൻ എങ്ങനെ അറിയും? അതും ചോദ്യമാണ്. എനിക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഈ വിദിതാവിദിതാഭ്യാം അന്യത്വം താൻ അറിഞ്ഞോന്ന് തനിക്കേ അറിയുള്ളൂ, അല്ലാണ്ട് പുറത്താർക്കും അറിയില്ല. പുറമെ നമ്മളെന്താ കാണുന്നത്? പുറമെ അയാളുടെ ബാഹ്യപ്രവർത്തനങ്ങളാണ് കാണുന്നത്. അന്തരമായ നിഷ്ഠ അവനവനെ അറിയുള്ളൂ. ഭക്ഷണം കഴിച്ച് തൃപ്തിയായോ എന്ന് ആർക്കറിയും? അവനവനെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. കുറച്ചും കൂടിയും കഴിച്ചോളൂ, മതിയായി, സന്തോഷം. സ്വാനുഭവമൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അനുഭവ ലിംഗങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വരും. അത് കുറച്ച് മാത്രമാണ്. അത് ചിലപ്പോൾ അപകടമാവും, തെറ്റിദ്ധാരണാജനകവുമാവും. അതുകൊണ്ട് സ്വാനുഭൂതി പര്യന്തമാണ് സാധന.
അതാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അടിവരട്ട് വയ്ക്കുക. യാവത് വിദിത അവിദിത പ്രതിഷേധാഗമാർത്ഥാനുഭവ. വിദിത അവിദിത പ്രതിഷേധ ആഗമാർത്ഥ അനുഭവ യാവത് താവത് പര്യന്തം വിചാര്യമേവ തവ. കിം വിചാര്യം? ബ്രഹ്മ. വിദിത അവിദിതാഭ്യാം അന്യത് അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി എന്ന ആഗമാർത്ഥം വേദാർത്ഥം സ്വാനുഭവത്തിൽ വരുന്നത് വരെ പോയി വിചാരം ചെയ്തോളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ശിഷ്യം പോയിണ്ടാവും. ഇവിടെ എത്ര കാലം എന്നൊന്നുമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ ഈ സ്വാഗതങ്ങളൊക്കെ ചെയ്യുമ്പം പറയാറുണ്ട്, ഈ സ്വാഗതം ചെയ്യാന്ന് പറഞ്ഞാൽ ആളെ ഒട്ടും അറിയാത്ത ആളാണ് സ്വാഗതം ചെയ്യുക. പൊതുവെ ആരാ വരുന്നതെന്ന് പോലും അറിയാത്ത ആളാണ് സ്വാഗതക്കാരനാവുക. അങ്ങനെയല്ലേ? അതിനാ പതിവ്. നാട്ടിൽ അത്യാവശ്യം ഒരു പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളെ പിടിച്ചിട്ടാണ്, അതും പരിപാടിയിൽ അപ്പോഴായിരിക്കും പറയുക, നീ ഒന്ന് സ്വാഗതം ചെയ്യണം കേട്ടോ. ആരെ ഒന്നും സാരല്ല, നീ അങ്ങ് പറഞ്ഞേക്ക്, ഇവിടെ നിന്നെപ്പോലെ പറയാൻ ശേഷി ആർക്കാ ഉള്ളത്? അങ്ങനെയാ പൊതുവേ സംഘാടകർ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നീ അത്യാവശ്യം ഒന്ന് പേരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. അങ്ങനെയാണ് പൊതുവെ സ്വാഗതങ്ങളുടെ സ്വഭാവം. അങ്ങനെ സ്വാഗതം ചെയ്യുമ്പം ചിലർ പറയും, സുദീർഘകാലം ഹിമാലയ പ്രാന്തങ്ങളിൽ തപസ് ചെയ്ത് അനേക സംവത്സരം വേദാന്തം പഠിച്ച് അത് മനസ്സിലാക്കി വന്നിട്ടുള്ള ചിദാനന്ദപുരി സ്വാമി നമ്മുടെ മധ്യത്തിൽ പ്രഭാഷണത്തിന് വന്നിട്ടുള്ളതിൽ നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. നമ്മൾ രഹസ്യം വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വല്ലതും അറിയോ? ആ ശരിക്കല്ലാണ്ട് എത്ര സുദീർഘകാലം ഹിമാലയ പ്രാന്തങ്ങളിൽ തപസ്സനുഷ്ഠിച്ച് സുദീർഘകാലം വേദാന്ത അധ്യയനം ചെയ്ത് വന്നിട്ടുള്ള സ്വാമിജി നമുക്ക് ഇവിടെ പ്രഭാഷണത്തിന് കിട്ടിയതിൽ നമ്മൾ അതീവ സന്തുഷ്ടരും ധന്യരുമാണ്. കോഴിക്കോട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. LMP ആയിരുന്നു, പഴയ LMP. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ MBBS ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർ പലരോടും പറയും, നാട്ടിൽ എത്ര ഡോക്ടർമാരുണ്ട്, എന്ത് കാര്യം, എൻ്റെ മോനെ പോലെ ആരാ ഉള്ളത്? കാരണം ഒക്കെ 5 കൊല്ലം കൊണ്ട് MBBS എടുത്ത് പുറത്തിറങ്ങും. തീരെ ക്ഷമല്ല. എൻ്റെ മകൻ 10 കൊല്ലം കൊണ്ടാണ് MBBS. അത്ര നന്നായി പഠിച്ച ഡോക്ടർ ആരാളുള്ളത്? ഒരു മടിയില്ല, ആൾക്കാരെ മുമ്പെന്ന് പറയും. ഇത് കഥയെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. ഈ അച്ഛനെയും മകനെയും കാണാനിടയായിട്ടുണ്ട് നമ്മൾ. അച്ഛൻ ഇഞ്ചക്ഷൻ്റെ ആളാ, മകൻ ഗുളികേൻ്റെ ആളാ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും മകനെ കാണണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അച്ഛൻ ഇതാ പറയുക, എന്ത് ഇത്രയും നല്ല ഡോക്ടറാണ് മകനെ കൊണ്ട്. അപ്പോൾ 10 കൊല്ലം കൊണ്ട് MBBS കഴിഞ്ഞു എന്നുള്ളതൊരു കേമത്തല്ലേ? എന്താ അഭിപ്രായം? അതുപോലെ തന്നെ കേമത്താണ് ഇത്രയും കാലം വേദാന്തം വിചാരം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് ഉപനിഷത്തിലെ ശിഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് മടങ്ങി വന്നിട്ടുണ്ടാവും എന്നാ എൻ്റെ അഭിപ്രായം. ദീർഘകാലം ഒന്നും എവിടെയും പോയിരുന്നുണ്ടാവില്ല, ഒരു നിമിഷം കൊണ്ട് മടങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയുകയാണ് മന്യേ വിദിതം. അറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മന്യേ വിദിതമിതി ശിഷ്യസ്യ മീമാംസാനന്തരോക്തി. മീമാംസയ്ക്ക് ശേഷമുള്ള ശിഷ്യൻ്റെ ഉക്തിയാണ് മന്യേ വിദിതം എന്നത്. ഉക്തി പറച്ചിൽ. ഇപ്പം മീമാംസ കഴിഞ്ഞ് ശിഷ്യൻ വന്ന് ഗുരുവിനോട് പറയുകയാണ് മന്യേ വിദിതം. അവിടെ എന്താ മാറ്റം? മന്യേ സുവിദിതം എന്നുള്ളതിലെ സു പോയി, അതാപ്പോൾ മാറ്റം ഉണ്ടായത്. നല്ലോണം മനസ്സിലാക്കി എന്നുള്ളത് പോയി, ഇപ്പം മനസ്സിലാക്കി എന്നായി. 100 പേര് വന്നാൽ ആഴ്ച അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് പോയി, ഒരാൾ വന്നാൽ നോക്കാം എന്നായി.
ഇവിടെ പ്രത്യയത്രയ സംഗതേഹേ, ഇതെന്തുക്തിയാണിത്? ശിഷ്യസ്യ ഉക്തി, ശിഷ്യൻ്റെ പറച്ചിൽ. ഇതെന്ത് പറച്ചിലാണിത്? ഇതെന്തിനാണ് ഈ പറച്ചിൽ? ഇവിടെയാണ് ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രത്യയത്രയ സംഗതേഹേ, പ്രത്യയത്രയ സംഗതിയുടെ ഉക്തിയാണിത്. നമ്മൾ വേദാന്ത ശാസ്ത്ര പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജ്ഞാനം, വിജ്ഞാനം, ഇങ്ങനെ രണ്ട് പദങ്ങളുണ്ട്. ജ്ഞാനം വിജ്ഞാന സഹിതം, ജ്ഞാനം വിജ്ഞാന സംയുക്തം എന്നൊക്കെ ഗീതാശാസ്ത്രം പറയും. അവിടെ സാമാന്യമായിട്ട് സംസ്കൃത ഭാഷയിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാദി പദാർത്ഥ ജ്ഞാനവും, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിവിധ വിഷയകങ്ങളായ വിശിഷ്ടജ്ഞാനങ്ങളുമാണ്. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി അതൊക്കെ വിജ്ഞാനം എന്ന് പറയും. ഈ ഔപനിഷദമായതൊക്കെ ജ്ഞാനം എന്ന് പറയും സാധാരണ ലൗകിക സംസ്കൃത ഭാഷയിൽ. എന്നാൽ വേദാന്തത്തിൽ അങ്ങനെ അല്ല അർത്ഥം, തീർത്തും ഭിന്നമാണ്. വേദാന്തത്തിൽ ഗുരു ശാസ്ത്രങ്ങളിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ജ്ഞാനമെന്ന് പറയും. അത് സംശയരഹിതമായി സാക്ഷാത്കരിക്കുമ്പോൾ, സ്വാനുഭവമാകുമ്പോൾ, അപ്പോഴാണ് വേദാന്തശാസ്ത്രത്തിൽ വിജ്ഞാനം എന്ന് പറയുക. അപ്പോൾ ജ്ഞാനവും സാക്ഷാത്കാരവും, അല്ലെങ്കിൽ ജ്ഞാനവും അനുഭവവും എന്ന് പറയാം. ഇത് വേദാന്ത വിദ്യാർത്ഥികൾ പലരും വീണുപോകുന്ന, കുടുങ്ങിപ്പോകുന്ന ഒരു വിഷയമാണ്. എത്രയോ പേര് സാധനാ മാർഗത്തിൽ അഥവാ സ്വാധ്യായ തലത്തിൽ സുദീർഘമായി കഴിയുന്ന എത്രയോ പേര് പറഞ്ഞു കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഗുരുനാഥനിൽ നിന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു, ഇനിയിപ്പോൾ അനുഭവത്തിന് കാത്തിരിക്കുക. ചിലർ പറയും പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ സാക്ഷാത്കാരം കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരിക്കലും വരാത്ത അതിഥിയെ കാത്തിരുന്ന് കാലം കളയുകയാണ്. അങ്ങനെ ബാഹ്യമായി അന്യമായി ഒരനുഭവം വരാനില്ല. അഥവാ വന്നാൽ അനുഭവിക്കുന്ന താനും അനുഭവിക്കപ്പെടുന്നതും ഭിന്നമായിരിക്കും. അത് ത്രിപുടിയോടൊത്തതാണ്, അത് വിജ്ഞാനമല്ല. കാരണം അവിടെ അറിയപ്പെടുന്ന സത്യവും അറിയുന്ന ജ്ഞാനം, അറിയുന്ന പ്രക്രിയയും ശേഷിച്ചിരിക്കുകയാണ്. അവിടെ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയാവില്ല. കാരണം അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയയുടെ അപേക്ഷയിൽ മാത്രമേ അറിവുള്ളൂ. ആ പ്രക്രിയ ഇല്ലാത്ത അറിവുമില്ല. സ്തംഭത്തിന് മുകളിൽ വെച്ച വിളക്ക് പോലെയാണ്. സ്തംഭം എടുത്ത് മാറ്റിയാൽ വിളക്ക് താഴെ വീഴും. അപ്പോൾ ഇത് വേദാന്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു 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 പ്രശ്നമാണ്. എന്താണ് സാക്ഷാത്കാരം? എന്താണ് അനുഭവം? എന്താണ് വിജ്ഞാനം? ഇത് വേദാന്തശാസ്ത്രത്തിൽ സ്പഷ്ടതമമായി പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യങ്ങളിൽ പലയിടങ്ങളിൽ നമുക്ക് സൂചനകൾ തരുന്നുണ്ട്. എങ്കിലും സ്പഷ്ടമായി ഭാഷ്യകാരൻ പറയുന്നത് കേനോപനിഷത്തിൻ്റെ വാക്യഭാഷ്യത്തിൽ മാത്രമാണ്. എന്താണ് ബ്രഹ്മാനുഭവം? എന്താണ് സാക്ഷാത്കാരം? അല്ലെങ്കിൽ എന്താണ് വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു വാചകം കൂടി എന്താണ് എന്ന് സ്പഷ്ടമാക്കുന്നുണ്ട്. ആ സ്പഷ്ടമാക്കുന്നതിൻ്റെ സൂചനാവാക്യമാണ്, സൂത്രവാക്യമാണ്
പ്രത്യയത്രയ സംഗതേഹേ ഉക്തി. ഉക്തി എവിടെയുള്ള ഉക്തി വാക്കുകളുണ്ട്. മന്യേ വിദിതമിതി ശിഷ്യസ്യ മീമാംസാനന്തരോക്തി. വിചാരത്തിന് ശേഷമുള്ള പറച്ചിലാണ്. എന്ത് പറച്ചില്? പ്രത്യയത്രയ സംഗതേഹേ ഉക്തി. 3 പ്രത്യയങ്ങൾ സംഗതമായതിൻ്റെ പറച്ചിൽ. ഈ ബ്രഹ്മാനുഭവം അല്ലെങ്കിൽ അനുഭവം, സാക്ഷാത്കാരം, വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ എവിടുന്നോ കിട്ടാനില്ല, പുതുതായിട്ടെന്തോ വന്നു ചേരാനില്ല. അത് മുയലിന് കൊമ്പ് വരാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. കാത്തിരിപ്പേ ഉണ്ടാവും. ഇത് പറച്ചിലും ചോദ്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ്. അല്ല, നിങ്ങൾ ശാസ്ത്രമൊക്കെ പഠിച്ചു, അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചിലർ ഞാൻ അനുഭവത്തിന് കാത്തിരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ പെട്ടെന്ന് വരികയാണല്ലോ അനുഭവം. അപ്പം എന്താണത്? അപ്പം അനുഭവം ഇല്ലെന്നാണോ സ്വാമി പറഞ്ഞത്? അയ്യോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുഭവശാലികൾ എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ സാരം ഗ്രഹിച്ചവരെ എല്ലാ ആചാര്യന്മാരും സൂചിപ്പിച്ചതാണ്. ജ്ഞാനം വിജ്ഞാനസഹിതമെന്ന് ഭഗവാൻ ഗീതോപദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ശാസ്ത്രസ്വാധ്യായ അനന്തരവും ശ്രവണ മനന നിധിധ്യാസ അനന്തരവും കൃതാർത്ഥത കൈവരാത്ത അവസ്ഥകൾ ഉണ്ട്. അപ്പോൾ ജ്ഞാനവിജ്ഞാനങ്ങൾ അഥവാ ബോധസാക്ഷാത്കാരങ്ങൾ വിഭിന്നങ്ങളാണ് എന്നത് നമുക്ക് ഉറപ്പാണ്. അതില്ലെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ് എന്നുള്ളത്, അതാണ് പ്രത്യയ ത്രയ സംഗതി. പക്ഷെ ഇവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത വാചകത്തിൽ ഒന്നും കൂടി വിശദമാക്കുന്നുണ്ട് ഭാഷ്യകാരൻ. അപ്പം അടുത്ത വാചകം കൂടി പഠിക്കണം. ഇവിടെ പത്ര മാത്രം പറയാം. സാധകൻ, ജിജ്ഞാസു പ്രാഥമികങ്ങളായ കർമ്മങ്ങളിലൂടെ, ഉപാസനകളിലൂടെ ഒക്കെ കടന്നുപോയി സത്യജിജ്ഞാസ ഉദിച്ചു, ക്രമേണ ഉറച്ചു. സത്യസാക്ഷാത്കാരമല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള ഉറപ്പ് വന്നു. അത് ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം സത്യമൊക്കെ അറിയേണ്ടതാണ്. അപ്പോൾ രാവിലെ 9 തൊട്ട് 5 വരെ പണിയുണ്ട്. 5 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 9-ന് മുമ്പ് എവിടെയെങ്കിലും പോകാം, കുറച്ച് സ്വാധ്യായം ചെയ്യാം. അറിയേണ്ടതാണ്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നാളെ അറിഞ്ഞോളൂ. ജീവിതത്തിലൊക്കെ ഒരു ചിട്ട വേണം. പല്ലേക്കണ പോലെ, ശൗചം കക്കൂസ് പോയി ശൗചം ചെയ്യണത് പോലെ ഒരു ചിട്ട വേണം. അങ്ങനെ ചിട്ടയിൽ പോവന്നെ. എത്ര കാലമായി പല്ലേക്കണ? ഓർമ്മ വെച്ച നാൾ മുതൽ പല്ല് തേക്കുന്നുണ്ട്. ഇപ്പോഴും പല്ല് തേക്കുന്നുണ്ട്. കുളി എത്ര കാലമായി തുടങ്ങിയിട്ട്? ഓർമ്മ വെച്ച നാൾ മുതൽ. അതിന് മുമ്പേ കുളിക്കുന്നുണ്ട്. പക്ഷെ അമ്മയൊക്കെ കുളിപ്പിച്ചു തരികയാണ്. ഇപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? കുളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ സ്വാധ്യായം ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലതാണ് ഒരച്ചടക്കം ജീവിതത്തിൽ. കാരണം കുളിച്ചില്ലായിരുന്നെങ്കിൽ അടുക്കാൻ പറ്റില്ല എല്ലാവർക്കും. അപ്പോൾ കുളിക്കേണ്ടതാണ് അല്ലാന്നല്ല. പക്ഷെ കുളിച്ചിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല. സ്വാധ്യായം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം അനർത്ഥകർത്തങ്ങളിൽ പതിക്കുമായിരുന്നു. അതൊന്നും ഇല്ലാതെ നേരെ പോയത് നിത്യസ്വാധ്യായ ശീലം കൊണ്ടാണ്. പക്ഷേ സ്വാധ്യായത്തിൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല. അതിങ്ങനെ ചിട്ടയായിട്ട് ജീവിതത്തിൽ അങ്ങനെ പോകും. ദിവസം ഉണർന്നു ഗായത്രി ജപിക്കണു, അല്ലെങ്കിൽ മന്ത്രോപാസന ചെയ്യണു, നാളെ അത് തന്നെ ചെയ്യണു, മറ്റന്നാൾ അത് തന്നെ ചെയ്യണം, അങ്ങനെ പോകും. തീവ്രവേഗാനാം ആസന്നഹ എന്നവിടെ യോഗസൂത്രകാരൻ പറയും. തീവ്രവേഗമുള്ളവർക്കാണ് വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ ഈ 9, 5 പോയി. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാ വെച്ചാൽ മറ്റെല്ലാം കൂടി ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ട്. ഞാൻ പത്നിയാണ്, പതിയാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിന് കൂട്ടത്ത് കുറച്ചു നേരം പഠിക്കാൻ കൂടി ചെയ്യാം. കുറച്ചു നേരം അത് നീക്കി വയ്ക്കാം. നല്ലതല്ലേ? നല്ലതാണ്, എത്രയോ നല്ലതാണ്. അത് നീക്കി വയ്ക്കൽ എന്നും അങ്ങനെ നീക്കി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത്രയേ ഉള്ളൂ. ആയുസ് നീങ്ങിപ്പോണവരേ നീക്കി വയ്ക്കുകയല്ലേ.
എന്നാൽ ദൃഢതമമായി. ഇതല്ലാതെ മറ്റൊന്നില്ല. ഈ അറിവ് നേടുകയല്ലാതെ മറ്റൊരു ഒരു ലക്ഷ്യം ജീവിതത്തിന് ഇല്ല എന്ന് ഉറപ്പ് വന്നു. അങ്ങനെ ഗുരുനാഥനെ പ്രാപിച്ചു. അവിടുന്ന് ശ്രവണം ചെയ്തു. ശ്രവിച്ചതിനെ നിരന്തര വിചാരത്തിന് വിധേയമാക്കി യുക്തിപൂർവം. അങ്ങനെ യുക്തിപൂർവം മനനം ചെയ്യുമ്പോൾ സംശയങ്ങൾ പെരുകും. സംശയങ്ങൾ പെരുകി ഒരു വേള ഗുരുവേയും ശാസ്ത്രത്തെയും പോലും സംശയിക്കുന്ന അവസ്ഥ വരും. അതും കഴിഞ്ഞ് ക്രമേണ സംശയങ്ങൾ കുറഞ്ഞ് അങ്ങനെ പോവുക. അപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ ആദ്യം ഗുരു ഉപദേശിക്കണ വാക്യം. അതെന്താ? അത് ഗുരു ശാസ്ത്രോപദേശം ചെയ്തു. ശ്രദ്ധിക്കണേ, ഗുരുവാക്യം, ശാസ്ത്രവാക്യം. ആ ശാസ്ത്രവാക്യം ആദ്യമൊന്നും തലയിൽ കയറിയിട്ടില്ല അല്ലേ? ഇത് കയറില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയുണ്ട്. ഇതെനിക്ക് കയറില്ല എന്നാണ് വിചാരിക്കണത്. ഇതല്ലാണ്ട് പിന്നെ എന്താ കയറുക? ഇതേ കയറുള്ളൂ. കാരണം ഇത് തന്നെക്കുറിച്ചുള്ളതാണ്. തന്നെക്കുറിച്ചുള്ളതായതുകൊണ്ട് ഇത് കയറും, ഉറപ്പാണ്. കാരണം തന്നെക്കുറിച്ച് അറിയാൻ തന്നെ എല്ലാവർക്കും സ്നേഹമാണ് ഇല്ലേ? അല്ല, ഇത് ഇപ്പം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മളൊക്കെ കാണുന്ന കാഴ്ച ഒരാംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കണം, വേറെ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കണം. എന്ത് പ്രകൃതി ദൃശ്യമല്ല, അവനോനെയാണ്. എടാ, നേരത്തെ 5 മിനിറ്റ് മുമ്പ് എടുത്ത നീ തന്നെയല്ലേ എപ്പോഴും. എന്നാലും സന്തോഷം, സെൽഫി എടുക്കുക, തിരിച്ചു കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ തന്നെ ഏറ്റവും ഇഷ്ടം. അതിൽ ദോഷമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും സ്നേഹം അല്ലേ? എന്താ അഭിപ്രായം? അതെ. അപ്പം നമ്മെക്കുറിച്ചുള്ള വിദ്യ എളുപ്പകത്ത് കയറില്ല എന്ന് വിചാരിക്കുന്ന വെറുതെയാണ്. അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഒന്ന് നീക്കണം, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായി? ഇപ്പം 3ആയി. എന്തായി? ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വന്തം ബോധം. അപ്പം ഇത് 3 പ്രത്യേകങ്ങളായിട്ട് തൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഗുരുനാഥൻ ആള് അപാരാട്ടോ. ഗുരുനാഥൻ്റെ ഉപദേശാതൊക്കെ. ശാസ്ത്രോ എന്താണ് ശാസ്ത്രം? അഹോ ശാസ്ത്രം, അഹോ ശാസ്ത്രം, അഹോ ഗുരുരഹോ ഗുരു എന്നൊക്കെ ഉണ്ട്. അഹോ അഹം, അഹോ അഹം, ഞാനാരാ കേമൻ. അപ്പം 3ആയി കിട്ടുമോ? 3 വൃത്തിയായി, 3 പ്രത്യയായി. കുറച്ചങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ നേരത്തെ മനസ്സിലാക്കിയ തെറ്റാണല്ലോ മനസ്സിലായി. എന്താ? നേരത്തെ വിചാരിച്ചത് ഗുരുനാഥൻ ഉപദേശിച്ച ശാസ്ത്രം എന്നാ. ഇപ്പം എന്ത് മനസ്സിലായി? ഗുരുവിൻ്റെ ഓരോ ശ്വാസനിശ്വാസവും ശാസ്ത്രമാണ്. ഗുരുനാഥൻ പുസ്തകം നോക്കി ഉപദേശിക്കുന്നതല്ല ശാസ്ത്രം. ഗുരുവും ശാസ്ത്രവും ഒന്നായി. അപ്പം ഇപ്പം എത്ര പ്രത്യയായി? 3 ചുരുങ്ങി 2ആയി. ഇപ്പോൾ ഗുരുവും ശാസ്ത്രവും ഒന്നായി. ഞാൻ മനസ്സിലാക്കിയത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അതും ഒന്നായി. സംശയങ്ങളൊക്കെ നീങ്ങി. അത് തന്നെ മനസ്സിലായി. ഞാൻ തന്നെ. ഇത്രയേ ഉള്ളൂ. ഇപ്പം എത്ര പ്രത്യയായി? ഈ പ്രത്യയങ്ങൾ 3 സംഗതമായി. പ്രത്യയത്രയ സംഗതി ഉണ്ടായി. ഈ പ്രത്യയത്രയ സംഗതിയാണ് വിജ്ഞാനം അല്ലെങ്കിൽ അനുഭവം. അല്ലാതെ പുറമെ വേറൊന്നുണ്ടാവാനൊന്നുമില്ല. അതോടുകൂടി കൃതാർത്ഥതയായി. ഈ പ്രത്യയത്രയ സംഗതേഹേ ഉക്തി. പ്രത്യയത്രയ സംഗതിയുടെ ഉക്തിയാണ്, പറച്ചിലാണ് ശിഷ്യൻ വന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മന്യേ വിദിതം
അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് ഒരിക്കലും മറക്കരുത് ഈ വാക്യം. പ്രത്യയത്രയ സംഗതി, സംഗതേഹേ എന്നവിടെ വിഭക്തി പരിണാമം ചെയ്ത് പ്രത്യയത്രയ സംഗതി എന്ന് മനസ്സിലാക്കുക. പ്രത്യയത്രയ സംഗതേഹേ ഉക്തി, പ്രത്യയത്രയ സംഗതിയുടെ ഉക്തി, ഷഷ്ഠിയാണ്. ആ ഷഷ്ഠീനെ പ്രഥമയിൽ മനസ്സിലാക്കുക. പ്രത്യയത്രയ സംഗതി, അതാണ് അനുഭവം, അതാണ് വിജ്ഞാനം. പിന്നെ ഇളകില്ല, പിന്നെ സംശയമില്ല. പിന്നെ നാളെ സംശയം ഉണ്ടായിക്കൂടെ? ഉണ്ടാവില്ല. എന്നാലും അജ്ഞാനം ഉണ്ടായിക്കൂടെ? ഉണ്ടാവില്ല, ഉണ്ടാവാൻ വയ്യ. ഈ വിഷയം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞു പഞ്ചദശിയിൽ, ജീവന്നാഘുർണമാർജാരം ഹന്തി. ജീവിച്ചിരിക്കുന്ന ചുണ്ടലി ഈ പൂച്ചയെ കൊല്ലുന്നില്ല, പേടിപ്പിക്കുന്നില്ല, പിന്നെയാണോ മരിച്ചത്? അയാൾക്ക് അജ്ഞാനം ഇനിയും ഉണ്ടായിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്, ജീവിച്ചിരിക്കുന്ന ചുണ്ടലി തന്നെ പൂച്ചയെ ഭയപ്പെടുത്തുന്നില്ല, പിന്നെയാണോ മരിച്ചത്? അജ്ഞാനം ഉണ്ടാവില്ല. ഈ ഒരു പ്രത്യയത്രയ ഏകത്ര സംഗതിയാണ് വിജ്ഞാനം. അതിൻ്റെ ഉക്തിയാണ് പറഞ്ഞത്. സമ്യക് വസ്തുനിഷ്ഠ. പിന്നെ സമയമെടുക്കാണ്ട് സമയമെടുക്കും, 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 സമയമെടുക്കും. അതാണല്ലോ പറഞ്ഞത് 10 കൊല്ലം കൊണ്ട് MBBS കിട്ടിയത്. സമയമെടുക്കും, അപ്പം ഇല്ലയെന്ന് പറയാൻ വയ്യ. ഒരു സ്ഥലത്ത് 1000 കൊല്ലമായി അടച്ചിട്ടൊരു മുറി. അപ്പം പറയാണ് 1000 കൊല്ലത്തെ ഇരുട്ടാണ്, 1000 കൊല്ലത്തെ ഇരുട്ടാണ്. അപ്പോൾ നീക്കണം, എത്ര ചാക്ക് വേണ്ടി വരും? അത് നീക്കി ഒക്കെ പാക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ എത്ര പെട്ടിയിലാക്കണം ആ ഇരുട്ടിനെ? 1000 കൊല്ലത്തെ ഇല്ലേ? അപ്പോൾ ഒരാൾ പറഞ്ഞു, അതൊന്നും വേണ്ടടോ, ഒറ്റ വെളിച്ചം കത്തിച്ച് വെച്ചാൽ പോയി. അപ്പോൾ 2 രീതിയിലാവാം. ഒരു വെളിച്ചം കത്തിച്ചു, ഇപ്പോൾ എവിടെ ഇരുട്ട്? സമയം പിടിക്കില്ലേ? ഏയ്, വെളിച്ചം പ്രകാശിക്കുന്ന നിമിഷത്തിൽ പിന്നെ ഇരുട്ടില്ല. അപ്പോൾ വേറൊരാൾ അങ്ങനെയല്ല, നമുക്ക് പതുക്കെ സ്ലോ മോഷനിൽ വെളിച്ചം കൊണ്ടുവരാം. ഏത്? പുറമേ നിന്ന് പതുക്കെ ഒരു വെളിച്ചം കൊണ്ടിട്ട് ഒരു വിളക്ക് കത്തിച്ച് മന്ദം മന്ദം അങ്ങനെ. എന്താണ്? അങ്ങനെയാവുമ്പോൾ ശരിയാ. അയാൾ ഇങ്ങനെ മെല്ലെ വരുന്നതിനനുസരിച്ച് മെല്ലെ ഇരുട്ട് തീരും. അതിന് സമയം പിടിക്കില്ലേ? സമയം പിടിക്കും. എത്ര സമയം പിടിക്കും? എത്ര സമയം കൊണ്ട് അയാൾ മുറിയിലെത്തണം അത്ര സമയം പിടിക്കും. പക്ഷെ മുറിയിലെത്തുന്ന നിമിഷം പിന്നെ ഇരുട്ടുണ്ടോ? എവിടെ ഇരുട്ട്? കൊപ്പലായുധം മമ അജ്ഞാനം എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ അജ്ഞാനം എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇനി കാണുമോ? ഇത് രസകരമായ ചോദ്യമാണ്, വിദ്യാരണ്യസ്വാമികളുടെ ചോദ്യമാണ്. ഇത് എവിടെ പോയി എൻ്റെ അജ്ഞാനം? ഇനി ഇയാൾ എവിടെ അജ്ഞാനത്തെ നോക്കി നടന്നാലും കിട്ടാൻ പോണില്ല എവിടെ പോയി എന്നുള്ളത്. എന്തുകൊണ്ട്? അയാൾ പ്രകാശ സ്വരൂപനായി. കാലം മുമ്പ് ഇലക്ട്രിക് ലൈറ്റൊന്നുമില്ല, വലിയ ചടങ്ങ് നടക്കുന്നു, കല്യാണം. അപ്പോൾ കാരണവരൊക്കെ പോയി നോക്കി, വലിയ ചില്ലാനം ചിലവാക്കിയിട്ടുള്ള കല്യാണമാണ്. പന്തലിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് വെളിച്ചക്കുറവുണ്ട്. കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെട്രോമാക്സ് കൊണ്ടുവെക്കും. എവിടെയാണ് കൊണ്ടാക്കേണ്ടത്? വെളിച്ചം ഇല്ലാത്തടത്ത് കൊണ്ടുവെക്കൂ. എന്നാൽ അയാൾക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കൂ പറഞ്ഞാൽ മതി, ആ കിഴക്കേ മൂലയെ കൊണ്ടാക്കൂ പറഞ്ഞാൽ മതി, പടിഞ്ഞാറേ മൂലയെ കൊണ്ടാക്കൂ പറഞ്ഞാൽ മതി, അവിടെ കൊണ്ടാക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ പറഞ്ഞത്? വെളിച്ചം ഇല്ലാത്തടത്ത് കൊണ്ടാക്കൂ. ഇയാളെല്ലായിടത്തും പോയി വട്ടം കറങ്ങി, 2-3 പ്രാവശ്യം കറങ്ങി, എവിടെയും വെളിച്ചമില്ലാത്തതില്ല. എന്താണോ വെക്കാഞ്ഞത്? വെളിച്ചമില്ലാത്ത സ്ഥലമില്ല. ഇരുട്ടുള്ളിടത്തല്ലേ വെക്കാൻ പറഞ്ഞത്, എവിടെ ഇരുട്ടില്ല. എന്താ ചെയ്യുക? എന്നെ പറ്റിച്ചതാവും അല്ലേ? അത്രയേ ഉള്ളൂ. ചിന്തിച്ചു നോക്കൂ.
തലയിൽ പെട്രോൾ ബാക്സ് കത്തിച്ച് വെച്ചിട്ടല്ലേ പോണത്. എവിടെ ഇരുട്ടുണ്ടാവുക, എവിടെ ഇരുട്ട് കാണുക? പാവം കറങ്ങി തിരിച്ചു വന്നു. കൊപ്പലായുധം മമ അജ്ഞാനം. അയാൾക്ക് ഇനി അജ്ഞാനത്തെ കാണാൻ പറ്റുമോ? ഇല്ല. താദാത്മ്യം എന്ന വാക്കുകൊണ്ട് അജ്ഞാനം എന്നുള്ളതിനെ വിശേഷിപ്പിച്ചൂടെ എന്ന് ചോദിച്ചാൽ, താദാത്മ്യം അജ്ഞാനമാണ്, അജ്ഞാനത്തിൽ നിന്ന് താദാത്മ്യം ഉണ്ടാക്കും എന്നേ പറയാൻ പറ്റൂ. താദാത്മ്യം അജ്ഞാനമാണ്, അജ്ഞാന കാര്യമാണ് താദാത്മ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു ദൃഷ്ടിയിൽ നമ്മൾ അജ്ഞാനം എന്നുള്ളതിന് പകരം താദാത്മ്യം എന്ന് പറഞ്ഞാൽ അത് കാര്യമാകുന്നു, അർത്ഥം പരിമിതപ്പെട്ടു പോകും. ഒരിക്കലും നമ്മുടെ പ്രയോഗം കൊണ്ട് അർത്ഥപരിമിതി ഉണ്ടാവരുത്. സംഗതി ശരിയാ, താദാത്മ്യം അജ്ഞാനമാണ്, പക്ഷെ അജ്ഞാനം താദാത്മ്യമല്ല, അജ്ഞാന കാര്യമാണ് താദാത്മ്യം. അജ്ഞാനം നീങ്ങിയാലേ താദാത്മ്യം പൂർണ്ണമായി നീങ്ങും. അല്ലെങ്കിൽ നീങ്ങിയെന്ന് നമുക്ക് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. ശാസ്ത്രമല്ല, ശാസ്ത്രജനിത ജ്ഞാനം എന്ന് പറയാം. ഒരു ശാസ്ത്രഗ്രന്ഥവും പഠിക്കാതെ ജ്ഞാനിയാവാം, ജ്ഞാനം പ്രകാശിക്കാം. അതിൻ്റെ വൃത്തി, അതിൻ്റെ താത്പര്യം സാക്ഷാത്കരിച്ചാൽ. ശാസ്ത്രമൊക്കെ പഠിച്ചാലും അജ്ഞാനിയായി നിലനിൽക്കുകയും ചെയ്യാം. അതെ, അതുതന്നെയാണ്. അതേ സമയത്ത് തിരിച്ചു പറയരുത്, താദാത്മ്യം അജ്ഞാനമാണ്, അജ്ഞാനം താദാത്മ്യം എന്ന് പറയരുത്. അജ്ഞാന കാര്യമാണ് താദാത്മ്യം. ഒന്നും കൂടി ഇല്ല, അത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രത്യയത്രയ സംഗതേഹ, ഈ പ്രത്യയത്ര സംഗതി എന്ന് പറഞ്ഞത് ഒന്നും കൂടി വിശദാക്കുകയാണ്. എങ്ങനെയാണ്? സമ്യക് വസ്തുനിശ്ചയായ വിചാലിത ശിഷ്യ. ഇത് ഈ വാചകത്തിലാണ് ഈ വേദാന്ത ചിന്തയുടെ മർമ്മം കിടക്കുന്നത്. ഈ ഒരു വാചകത്തിലാണ്, വാക്യഭാഷ്യത്തിൽ. സമ്യക് വസ്തുനിശ്ചയായ വിചാലിത ശിഷ്യ ആചാര്യേണ മീമാംസ്യമേവേത്തെ ഇതി ച ഉക്തേ ഏകാന്തേ സമാഹിതോ ഭൂത്വാ വിചാര്യ യഥോക്തം സുപരിനിശ്ചിതഃ സൻ ആഹ ആഗമാചാര്യാത്മാനുഭവ പ്രത്യയത്രയസ്യ ഏകവിഷയത്വേന സംഗത്യർത്ഥം. ഇവിടെയാണ് എന്താണ് വിജ്ഞാനം, എന്താണ് സാക്ഷാത്കാരം, എന്താണ് ബ്രഹ്മാനുഭവം എന്നുള്ളത് സ്പഷ്ടതമമായി ഭാഷ്യകാരൻ പറഞ്ഞത്. കഴിഞ്ഞ വാചകത്തിൽ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. പ്രത്യയത്രയ സംഗതിനെ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്ത് പ്രത്യയത്രയ സംഗതിയാണ്? അതാണ് ഇവിടെ പറയുന്നത്. ആഗമാചാര്യ ആത്മാനുഭവ പ്രത്യയത്രയൈക വിഷയത്വേന സംഗതി. ഇവിടെ സംഗതി എന്നുള്ളത് സംഗത്യർത്ഥം ആണ് വാചകം, അതിൽ നമ്മൾ മാറ്റിയെടുക്കുന്നു. ആഗമാചാര്യാത്മാനുഭവ പ്രത്യയത്രയൈകത്ര സംഗതി. അത്ര മതി. നോക്കൂ, സമ്യക് വസ്തുനിശ്ചയായ വിചാലിത. അപ്പം ശിഷ്യൻ ഇളക്കപ്പെട്ടു, വിചാലിതനായി. വിചാലിതൻ എന്ന് പറഞ്ഞാൽ ഇളക്കപ്പെട്ടവനായി. ആരാൽ? ഗുരുവാൽ. എന്തിന്? സമ്യക് വസ്തുനിശ്ചയായ. ഒരു ഗുരുനാഥൻ ശിഷ്യൻ ഇളക്കിയതിൽ ദോഷോദ്ദേശിയല്ല, അവന് ശരിയായ ബോധം ഉണ്ടാവട്ടെ എന്നുള്ള നല്ല ചിന്തയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇളക്കിയത്. അപ്പം സമ്യക് വസ്തുനിശ്ചയത്തിനായിക്കൊണ്ട് സമ്യക്കായി നല്ല നിലയ്ക്ക് പൂർണ്ണമായി വസ്തുനിശ്ചയം ഉണ്ടാകുന്നതിന് വേണ്ടി, വസ്തുസ്വരൂപം എന്താണെന്നുള്ള നിശ്ചയം ഉണ്ടാകുന്നതിന് വേണ്ടി വിചാലിത ശിഷ്യ, വിചാലിതനായ ശിഷ്യൻ, ഇളക്കപ്പെട്ട ശിഷ്യൻ. ആരാ ശിഷ്യൻ ഇളക്കിയത്? ആചാര്യനാൽ, ഗുരുണ, ആചാര്യേണ. എന്തും പറഞ്ഞ ഇളക്കിയത്? മീമാംസ്യമേവതേ, നിനക്ക് ഇനിയും
മീമാംസ്യമാണ്, വിചാരണീയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇളക്കിയത്. അങ്ങനെയുള്ള സ്ഥിതിയിൽ ഉക്തേ അങ്ങനെ പറയപ്പെട്ടപ്പോൾ ഏകാന്തേ സമാഹിതഃ ഭൂത്വാ, ഏകാന്തത്തിൽ സമാഹിതനായി. ഈ സമാഹിതനായി എന്ന് പറയാൻ എളുപ്പമാണ്, വളരെ എളുപ്പമായ വാക്കാണ് സമാഹിതനായി എന്ന് പറയുക. സമാഹിതനാവണമെങ്കിൽ ആ അവസ്ഥ ഏതാ? ചിന്തിക്കുക. ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും ഏകാഗ്രവും കടന്നിട്ടേ സമാഹിതസ്ഥിതിയുള്ളൂ, നിരുദ്ധസ്ഥിതിയുള്ളൂ. അപ്പോൾ വൃത്തികളുടെ പരിപൂർണമായ നിരുദ്ധസ്ഥിതി കൈവന്നു. പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥകളെല്ലാം പോയി. അപ്പം ആ സമാഹിതത്വത്തിലേക്ക് എത്താൻ തറ പണിപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനൊരുപാട് കാലം വേണ്ടെന്നാ ചോദ്യം. കാലമില്ല, കാലാപേക്ഷയില്ല. ചിലപ്പം 2, 3, 10, 100 ജന്മം കഴിയേണ്ടി വരും. ചിലപ്പോൾ അതെ, ചിലപ്പോൾ ഒരു സൂചന മതിയാവും. ഒരു നിമിഷത്തിൻ്റെ 10,000-1 മതിയാവും. ചിലപ്പോൾ ജന്മങ്ങൾ വേണ്ടി വരും. നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ വിചാര്യ സമാഹിതോ ഭൂത്വ വിചാര്യ, വിചാരം ചെയ്തിട്ട് യഥോക്തം. എന്താ വിചാരം ചെയ്തത്? യഥോക്തം എന്താണ് എന്താണ് അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി. അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് ഉക്തം, ഇതാണ് പറയപ്പെട്ടത്. അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി എന്നുള്ളതിനെ വിചാരം ചെയ്തു. അതാണ് ഇവിടെ ഉപദേശിച്ചത്. അത് മതി. അറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ്, അറിയപ്പെടാത്തതിനുപരിയാണ്. ഇതാണ് വിചാര വിഷയമാക്കിയത്. അത് നല്ല പോലെ വിചാരം ചെയ്ത് സുപരിനിശ്ചിതനായി തീർന്നു. സുഷ്ഠു നല്ല പോലെ പരിനിശ്ചിതനായി. ഇനി ഇളക്കല്ല. ബോധിച്ചു, ഉറച്ചു. ഇനി ആചാര്യൻ എന്തിളക്കിയാലും ഇളക്കാൻ പോകില്ല. അതിന് ആചാര്യൻ ഇനി ഇളക്കാനും പോവില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ ആചാര്യന് മനസ്സിലാവും അതെ. അപ്പോൾ പുസുപരിശിത സൻ അങ്ങനെയായിട്ട് ആഹാ പറഞ്ഞു. എന്തിനാ പറഞ്ഞേ? ആഗമാചാര്യാത്മാനുഭവ പ്രത്യയത്രയസ്യ ഏകവിഷയത്വേന സംഗത്യർത്ഥം. ആഗമത്തിൻ്റെയും ആചാര്യവാക്യത്തിൻ്റെയും ആത്മാനുഭവത്തിൻ്റേതുമായ 3 പ്രത്യയങ്ങൾ ഏകവിഷയകമായി സംഗതമാവുന്നതിനെ അറിയിക്കാൻ. അത് സംഗതമായിരിക്കുന്നു, അതറിയിക്കാൻ.